ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അതായത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വാട്ടർ ടാങ്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടാങ്ക് എത്ര ഹൈറ്റിലാണ് വെക്കേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യണം, എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ 2 നില വീടാണെങ്കിലും 1 നില വീടാണെങ്കിലും നമുക്ക് ഷവറിൽ അത്യാവശ്യം നല്ല പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് 5 അടി ഹൈറ്റിലാണ് നമ്മൾ സാധാരണ സ്റ്റാൻഡ് വെക്കാറ്. അപ്പോൾ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതുപോലെ തന്നെ നല്ല ഹൈ ലെവലിൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ആംഗ്ലെയറിലോ അതുപോലെ തന്നെ ടൈപ്പോ അതായത് ഇനി പൈപ്പിലോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ബേസ്മെൻറ്റ് കറക്റ്റായിട്ട് താഴ്ന്നു പോകാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും മെയിൻ്റനൻസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഏണി സിസ്റ്റം അതിൻ്റെ സൈഡിലൂടെ കൊടുത്തിരിക്കുക. ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കയറാവുന്ന രീതിയിൽ, എല്ലാവർക്കും കയറാവുന്ന രീതിയിൽ കൊടുക്കുക. അതുകൂടാതെ തന്നെ സ്റ്റാൻഡിൻ്റെ സൈഡ് തന്നെ അല്ലെങ്കിൽ ടാങ്ക് വെച്ചതിന് ശേഷം ടാങ്കിൻ്റെ സൈഡിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാകുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും, ഏറ്റവും താഴെയായിട്ട് ഒരു ബേസ്മെൻറ്റ് ഒരു റൗണ്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരേ ലെവലിൽ തന്നെ അത് നിലനിൽക്കും. അതിൻ്റെ അടിവശം അതായത് ആ മെയിൻ വരുന്ന ഏരിയ തുരുമ്പ് പിടിച്ച് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കുടിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് ചെയ്താൽ ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പട്ട കണ്ടോ, വളരെ അടുപ്പിച്ച് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഓരോ പൈപ്പുകളും അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ വയ്ക്കുന്ന ടാങ്കിന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സപ്പോർട്ടിങ്, ഇത് വളരെ മസ്റ്റാണ്. ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സപ്പോർട്ടിങ്. നമുക്ക് വലിയ അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്യില്ലായിരിക്കാം, പക്ഷേ ഒരു ഇരിപ്പ് ലോഡാണ് ഇവിടെ വരുന്നത്. ഏകദേശം 1000 ലിറ്ററിൻ്റെ വെള്ളമൊക്കെ നമ്മൾ കൂടുന്ന സമയത്ത് നല്ല വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ കുഴിഞ്ഞു പോകുന്ന പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് യാതൊരു വിഷയം ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് സ്റ്റാൻഡ് ജസ്റ്റ് കവച്ച് പോയിട്ട് സെൻറ്റർ കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കറക്റ്റ് സപ്പോർട്ടിങ് കാര്യങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കാലുകളിലേക്ക് ആ ഫുൾ വെയിറ്റ് കിട്ടുന്ന രീതിയിൽ 4 സൈഡിലും ഇതുപോലെ കൊടുക്കുക. പിന്നെ താഴത്ത് കാലുകൾ തമ്മിൽ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ജോയിൻറ്റുകളും കൊടുക്കുക. അപ്പോൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് കയറാവുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഗോണി കാര്യങ്ങളൊക്കെ ചെയ്താൽ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാങ്ക് വെച്ചതിന് ശേഷം കണ്ടാൽ ചുറ്റുമായിട്ട് കുറച്ച് സ്പേസ് കാര്യങ്ങൾ കൊടുക്കണം. അതായത് കറക്റ്റ് ടാങ്കിൻ്റെ ലെവലിൽ തന്നെ സ്റ്റാൻഡ് അടിച്ച് വെക്കരുത്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കയറി നിന്ന് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുമാത്രം എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ടാങ്കിൽ നിന്ന് കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ട് ഒരു 6 ഇഞ്ചോ അല്ലെങ്കിൽ ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കറങ്ങി ചുറ്റുമായിട്ടൊന്ന് കറങ്ങി ഒന്ന് ക്ലീൻ ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെയുള്ള സ്പേസ് കൂടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോണി കാര്യങ്ങളും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ നീറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ 6000-7000 വെച്ച് കൊടുക്കുന്ന ടാങ്ക് വട്ടം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ചില 1-2 വർഷം കഴിയുന്ന സമയത്ത് ഈ പറയുന്ന ടാങ്ക് വട്ടം പൊട്ടിപ്പോകാൻ ചാൻസ് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, സ്റ്റാൻഡ് നമ്മൾ ഇരിപ്പ് ലോഡ്, അതായത് വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈ വെയിറ്റ് ആണ്. ആ ഇരിപ്പ് ലോഡ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ജസ്റ്റ് വളയാനും അതിൻ്റെ സെൻറ്ററിൽ കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളിലേക്ക് ടാങ്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ടാങ്ക് അങ്ങനെ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ടും PVC ആയതുകൊണ്ടും ആ ഏരിയ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നല്ല നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കി ചെയ്യുക. സെൻറ്റർ നല്ല രീതിയിൽ കുത്തു കൊടുക്കുക. 5 അടി ഹൈറ്റെങ്കിലും മിനിമം കൊടുക്കണം. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഷവർ, നമ്മൾ ഈ പറയുന്ന ഷവർ, അതായത് താഴത്തെ ഫ്ലോറിൽ നമുക്ക് ഇതിപ്പോൾ ഈ ടാങ്ക് വെച്ച സ്ഥലത്ത് ഷവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടി. ഇപ്പോൾ നമ്മൾ ടാങ്ക് കൊടുത്തിരിക്കുന്ന 5 അടിയും പിന്നെ കൂടി വന്ന 2 അടിയുടെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 7 അടി 8 അടി കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഈ പറഞ്ഞ സ്റ്റാൻഡ് ഷവറിലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. റെയിൻ ഷവർ കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്താണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല നീറ്റായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.